നമസ്കാരം. ആരാണ് വാരിയൻ കുന്നൻ അഥവാ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും കുറച്ചു കാലത്തേക്കെങ്കിലും മലബാറിൽ സ്വന്തമായി ഭരണം നടത്തുകയും ചെയ്ത ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. 1875-ൽ മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുത്തിലുള്ള ഒരു സമ്പന്ന മുസ്ലിം കുടുംബത്തിലാണ് കുഞ്ഞഹമ്മദ് ജനിച്ചത്. ബ്രിട്ടീഷുകാരുടെ പീഡനത്തിന്റെയും അനീതിയുടെയും കഥകൾ കേട്ടാണ് കുഞ്ഞഹമ്മദ് വളർന്നത്. മൊയ്തീൻ കുട്ടി ഹാജിയും കുഞ്ഞൈ ഷുമയുമാണ് കുഞ്ഞഹമ്മദിന്റെ മാതാപിതാക്കൾ. സാമൂതിരിയുടെ കാലം തൊട്ടേ സമ്പന്ന പ്രദേശമായിരുന്നു ഏറനാട്. പുറംനാടുമായി റോഡ് ബന്ധം ആരംഭിച്ചതോടെ കിഴക്കേ ഏറനാട് കച്ചവടത്തിലും വിദ്യാഭ്യാസത്തിലും മികച്ചു നിന്നു. ആ നാട്ടിലെ അറിയപ്പെടുന്ന 2 കുടുംബങ്ങളാണ് ചക്കിപ്പറമ്പൻ, എരിക്കുന്നൻ കുടുംബങ്ങൾ. ചക്കിപ്പറമ്പൻ കുടുംബാംഗമാണ് കുഞ്ഞഹമ്മദ് ഹാജി. ബ്രിട്ടീഷുകാരുടെ വരവോടെ എല്ലാം തലകീഴായി മറിഞ്ഞു. സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങൾ തകർന്നു. കുഞ്ഞഹമ്മദിന്റെ കുടുംബം പാരമ്പര്യമായി ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുള്ളവരായിരുന്നു. കച്ചവട കുടുംബമായിരുന്നു ചക്കിപ്പറമ്പന്മാർ. സമ്പത്തും സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്ന ഈ കുടുംബം ഏറനാട്, വള്ളൂനാട് താലൂക്കുകൾ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായതിനു ശേഷം നിസ്സഹകരണ സമീപനമായിരുന്നു പുലർത്തിയത്. തുടർന്ന് പലപ്പോഴായി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഈ കുടുംബം തിരികൊളുത്തിയിരുന്നു. ഇതിന് പ്രതികാരമായി ബ്രിട്ടീഷുകാർ ചക്കിപ്പറമ്പന്മാരുടെ സ്വത്തുവകകൾ പലപ്പോഴായി കണ്ടുകെട്ടി. ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തുടർന്ന് കുഞ്ഞഹമ്മദിന്റെ കുടുംബത്തിന് വാരിയൻ കുന്നിലേക്ക് താമസം മാറേണ്ടി വന്നു. ഇതേ തുടർന്നാണ് കുഞ്ഞഹമ്മദ് വാരിയൻ കുന്നൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. കുഞ്ഞഹമ്മദിന്റെ ദേശീയബോധവും ബ്രിട്ടീഷ് വിരോധവും 20-ാമത്തെ വയസ്സിൽ തന്നെ മലബാർ കലാപത്തിന്റെ നേതൃനിരയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. അതിശയകരമായ യുദ്ധ നൈപുണ്യവും അസാധാരണമായ ഭരണ പാടവവും കൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചത് കുഞ്ഞഹമ്മദായിരുന്നു. കുഞ്ഞഹമ്മദിന്റെ ഇത്തരം നിലപാടുകളോട് താല്പര്യമില്ലാതിരുന്ന കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ മക്കയിലേക്ക് ഹജ്ജിനയച്ചു. ഹജ്ജ് യാത്രക്കിടെ ബോംബെയിലെത്തിയ കുഞ്ഞഹമ്മദ് ബോംബെയിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ വാളെടുത്ത് പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് ഗാന്ധിജിയുടെ മാർഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 1894-ൽ മണ്ണാർക്കാട് നടന്ന കർഷക ലഹള അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന്റെ പേരിൽ കുഞ്ഞഹമ്മദിന്റെ പിതാവിനെ ആൻഡമാൻ ദ്വീപുകളിലേക്ക് നാടുകടത്തി ജയിലിലടച്ചു. അത്തരം അനുഭവങ്ങൾ ചെറുപ്പം മുതൽ കുഞ്ഞഹമ്മദിന്റെ ഉള്ളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികാരം വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. പിതാവിന്റെ നാടുകടത്തലും അതേ തുടർന്നുണ്ടായ വേർപാടും ജന്മന അദ്ദേഹത്തിനുണ്ടായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരോധം വർദ്ധിപ്പിച്ചു. കൂടാതെ പരസ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പരസ്യ പ്രചരണവുമായി രംഗത്തിറങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ദഫ്മുട്ട് പോലെയുള്ള പാട്ടിലധിഷ്ഠിതമായ കലാരൂപങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന കുഞ്ഞഹമ്മദ് കലയെ കുഞ്ഞഹമ്മദിനെ പിടികൂടാൻ ബ്രിട്ടീഷ് പോലീസ് കുഞ്ഞഹമ്മദിന്റെ ഉറ്റ സുഹൃത്തായ ഉണ്ണിയാലി മുസ്ലിയാരെ സമീപിച്ചു. കുഞ്ഞഹമ്മദിനെ സന്ദർശിക്കാനും സമാന്തര സർക്കാർ പിരിച്ചുവിട്ട്